ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ വീഡിയോട്ട് എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ മാർവൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ എക്കോ സീരീസ് റിലീസായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ എല്ലാ എപ്പിസോഡ്സും ഒരുമിച്ചാണ് വിട്ടത്. ആൾറെഡി റിവ്യൂ നമ്മുടെ ചാനലുണ്ട്, ടൈമുള്ള ചെക്ക് നോക്കാം. സോ എങ്ങനെയുണ്ട് എക്കോ സീരീസ് എന്ന് ചോദിച്ചാൽ എനിക്ക് വന്ന് ഈ സീരീസ് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ആദ്യത്തെ എപ്പിസോഡ് കൊള്ളാനാണ് ഡെയർഡെവിലൊക്കെ പറഞ്ഞത്. ബട്ട് പിന്നീട് അങ്ങോട്ട് ഈ സീരീസ് വന്ന് ഭയങ്കര ബോറിംഗ് ആയിട്ട് ആണ് പോയത്. വലിയ ആക്ഷനൊന്നും ഇല്ലായിരുന്നു. ഇവൻ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ശോകമായിരുന്നു. ഒരു MCU പോലെയാണ് കൊണ്ട് അവസാനിച്ചത്. സോ എനിക്ക് വന്ന് എക്കോ സീരീസ് പേഴ്സണലായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഷീ ഹൾക്ക് മിസ് മാർവലായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഭേദമുണ്ട്. പക്ഷേ ഒരു നല്ലൊരു സീരീസിന് നമുക്ക് എക്കോ പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ എനിക്ക് വന്ന് എക്കോ സീരീസ് ഇഷ്ടപ്പെട്ടില്ല. വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് എക്കോ ഉള്ളത്. സോ അപ്പോൾ ആൾറെഡി സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു നെറ്റ്ഫ്ലിക്സിലുള്ള മാർവൽ സീരീസ് അല്ലേ, ഡെയർഡെവിൽ, പണിഷർ, സോ അതൊക്കെ വന്നിപ്പം MCUവിൻ്റെ ക്യാനോൺ ആണെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിരിക്കുകയാണ്. അതായത് നെറ്റ്ഫ്ലിക്സിൽ വന്ന് നിറയെ മാർവൽ സീരീസുകളുണ്ട്. അതായത് ഡെയർഡെവിൽ, പണിഷർ ആൻഡ് ജെസിക്ക ജോൺസ്, ലൂക്ക് കേജിൻ്റെ, പിന്നെ ഡിഫൻഡേഴ്സ്, പിന്നെ അയൺ ഫിസ്റ്റ്, അങ്ങനെ കുറവുണ്ട്. അപ്പോൾ ഇതെല്ലാം MCU ക്യാനോൺ ആണ് ഇപ്പം. സോ അതുകൊണ്ടാണ് ഇപ്പം ഈ സീരീസുകളൊക്കെ കണ്ടേ പറ്റൂ. സോ ഞാൻ വന്ന് ഡെയർഡെവിലും പണിഷറും കണ്ടിട്ടുണ്ട്. അത് രണ്ട് സൂപ്പറാണ്. ബാക്കിയുള്ളതൊന്നും ഞാൻ കണ്ടില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഏതൊക്കെ സീരീസാണ് കണ്ടിട്ടുള്ളതെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ 4ൻ്റെ ഷൂട്ടിംഗ് 2025 ആരംഭിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ നമ്മുടെ അവഞ്ചേഴ്സ് 5 വന്ന് ഒരു വർഷം ഡിലേ ആവുമെന്നാണ് പറയുന്നത്. കൂടാതെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഈ ഒരു സ്പൈഡർമാൻ 4 നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ, വെയിറ്റ് ചെയ്ത് നോക്കില്ല അറിയാൻ പറ്റൂ. സോ എന്തായാലും മെയിൻ വില്ലൻ കിങ് പിൻ തന്നെ ആയിരിക്കും. സോ നമ്മുടെ ഒരു എന്താ പറയുക, ഡെയർഡെവിൽ ബോൺ അഗെയിൻ സീരീസിൻ്റെ ഒരു കണ്ടിന്യൂഷനിൽ പോകും എന്നാണ് പറയുന്നത് സ്പൈഡർമാൻ 4. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഈ ഒരു സ്പൈഡർമാൻ 4 മൂവിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ സ്പൈഡർമാൻ ഒരു ടീം അപ്പ് മൂവിയിൽ അപ്പിയർ ആകുമെന്നാണ് പറയുന്നത്. അത് ഏത് മൂവി എന്ന് അറിഞ്ഞുകൂടാ. സോ നിങ്ങൾക്ക് അത് ഏത് മൂവി ആയിരിക്കും തോന്നുന്നത് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കാം. പിന്നെ വന്ന് നമ്മുടെ മാർവലിൽ നിന്ന് ജോണത്തൻ മേജേഴ്സ് കാങ് റോളിന് പോയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ കാങ് ആയിട്ട് അഭിനയിക്കാൻ 2 ആക്ടേഴ്സാണ് സാധ്യതകളുള്ളത്. സോ ഒന്ന് വന്ന് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആക്ടർ, രണ്ടാമത്തെ ആക്ടറിനെ വന്ന് നമ്മുടെ IMDbയുടെ ഒരു ഒഫീഷ്യൽ കാസ്റ്റ് ലിസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ആക്ടറിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ. സോ എന്താണ് നടക്കുന്നത് അറിഞ്ഞുകൂടാ. ഇത് വന്ന് IMDbക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതായിരിക്കും. സോ ആരാണ് കാങ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. സോ നിങ്ങൾക്ക് ആരാണ് കാങ് ആയിട്ട് അഭിനയിച്ച് കൊള്ളാൻ തോന്നുന്നത് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വന്ന് തണ്ടർ ബോൾട്സ് മൂവിയിലാണെങ്കിൽ സെൻട്രി വരാൻ പോണ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സ്റ്റീഫൻ യാനാണ് സെൻട്രി ആയിട്ട് അഭിനയിക്കായിരുന്നത്. സോ ഇപ്പോൾ വന്ന് സ്റ്റീഫൻ യാനാണെങ്കിൽ ആ റോളിന് പോയിട്ടുണ്ട്. സോ അദ്ദേഹം എനിക്ക് റോള് സെറ്റ് ആവില്ലെന്ന് പറഞ്ഞാണ് പോയത്. സോ എന്താണെന്നൊരു ഐഡിയ ഇല്ല. സോ ഇനി സ്റ്റീഫൻ യാൻ എന്തായാലും സെൻട്രി ആയിട്ട് അഭിനയിക്കില്ല. സോ ഇനി ആര് സെൻട്രി ആയിട്ട് അഭിനയിച്ച് കൊള്ളാൻ നിങ്ങൾക്ക് തോന്നുന്നൊന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. എനിക്കെന്തോ ഹെൻറി കാവിൽ വന്നാൽ സൂപ്പറായിരിക്കും എന്നാണ് തോന്നുന്നത്. വരാൻ ചാൻസ് കുറവാണ്, ബട്ട് വന്നാൽ പൊളിയായിരിക്കും. പിന്നെ നമ്മുടെ DC സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ DCUവിൻ്റെ സൂപ്പർ ഗേളിൻ്റെ സ്ക്രീൻ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോളിന് വേണ്ടി ചില ആക്ട്രസൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മില്ലി ആൽകോക്ക്, പിന്നെ എമിലിയ ജോൺസ്, പിന്നെ മിയ ഡോണിയിൽ എന്നൊരു ആക്ട്രസ്. അങ്ങനെ ഈ 3 ആക്ടേഴ്സുകളാണ് ഇപ്പോഴത്തേക്ക് വന്നുള്ളത്. ഇതിൽ ആരാണ് അഭിനയിക്കപ്പെടുന്ന ഒരു ഐഡിയ ഇല്ല. സോ നിങ്ങൾക്ക് ആരാണ് സൂപ്പർ ഹീറോയായിട്ട് അഭിനയിച്ച് കൊള്ളാമെന്ന് തോന്നുന്നത് താര കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ അക്വാമാൻ 2 മൂവിയാണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഒരു 330 മില്യൺ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഈ മൂവി വന്ന് ആൾമോസ്റ്റ് ഹിറ്റാവുന്ന തോന്നുന്നു. ഒരു 400 മില്യൺ എടുത്ത ഈ ഒരു പടം വന്ന് എന്താ പറയുക, ഒരു ഹിറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജേസൺ മോമോ DCയിൽ കണ്ടിന്യൂ ആവാൻ ചാൻസസ് കൂടുതലാണ്. സോ മേ ബി അദ്ദേഹം അക്വാമാനായിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ ലോബോയായിട്ട് DCയിൽ അഭിനയിക്കാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും ജേസൺ മോമോ DCയിൽ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ വന്ന് നമ്മുടെ ഹാർലി ക്വീൻ അല്ലേ, സോ ഹാർലി ക്വീനായിട്ട് അഭിനയിച്ച മാർക്കറ്റ് റൂബിയുമായിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ നമ്മുടെ ജെയിംസ് ഗൺ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പം ജോക്കർ 2-ലാണെങ്കിൽ ഒരു പുതിയ ഹാർലി ക്വീനാണ് വരാൻ പോകുന്നത്, ലേഡി ഗാഗയുടെ. ബട്ട് ജോക്കർ 2 ഒക്കെ വന്ന് എൽസ് വേൾഡിലാണ്, DCയിൽ ബാധിക്കില്ല. സോ DCയിൽ നമ്മുടെ മാർക്കറ്റ് റൂബി തന്നെ ഹാർലി ക്വീനായിട്ട് അഭിനയിക്കുന്നതാണ് തോന്നുന്നത്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം DC സൈഡിലുള്ള അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞേക്കാൻ നമ്മൾ ഹോളിവുഡ് സൈഡിലോട്ട് വരികയും നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ഈ ഒരു വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ്. സോ ഈ പടവുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സോ അതായത് നമ്മുടെ കോങ്ങിൻ്റെ കയ്യിലിട്ടേക്കുന്ന ഗ്ലൗസിൻ്റെ പേര് വന്ന് ബീസ്റ്റ് ഗ്ലൗസ് ആണെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു മൂവിൽ വരാൻ പോണ ഒരു കുട്ടി കോങ്ങിൻ്റെ പേര് സൂക്കോ എന്നാണ്. സോ ആൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഒന്ന് ഈ ഒരു മിസ്റ്റർ ബീൻ അനിമേറ്റഡ് സീരീസ് എല്ലാവരും കണ്ടിട്ടുണ്ട്. വേറെ ലെവലാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് സീരീസാണ്. അപ്പം ഇതുവരെയായിട്ട് സീസൺ 3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ സീസൺ 4 വരാൻ പോവുകയാണ്. കൂടാതെ സീസൺ 5 വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും വേറെ ലെവലായിരിക്കും. സോ ആരൊക്കെ മിസ്റ്റർ ബീൻ ഫാൻസ് ആണെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം.
പിന്നെ വന്ന് ഈ ഒരു ആർക്കെയിൻ എന്ന് പറഞ്ഞ സീരീസ് നിറയെ പേര് കണ്ടിട്ടുണ്ട്. ഒരു അനിമേറ്റഡ് സീരീസാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് അനിമേറ്റഡ് സീരീസാണ്. അപ്പോൾ ഈ സീരീസിൻ്റെ സീസൺ 2 ഇപ്പം വരാൻ പോവുകയാണ്. നവംബർ മാസം, ഈ വർഷം നവംബർ മാസം തന്നെ സീസൺ 2 വരണമായിരിക്കും. സോ ഞാൻ വേണേൽ കട്ട വെയിറ്റിംഗ് ആണ്. ആൾറെഡി നമ്മുടെ ചാനലിൽ എൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്, ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മാർവൽ DC ഹോളിവുഡുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് അപ്ഡേറ്റ് കേട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് മറക്കാതെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.